കണ്ടില്ലേ ഇന്നത്തെ കപ്പ നടൽ ഈ സ്ഥലത്താ. ഈ സ്ഥലം എന്തായിരുന്നു പോയെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ആ സ്ഥലം അത് പൊന്നാക്കി. ഇന്നിവിടെയാ വൃത്തിയാക്കുന്നത്. ഇവിടെ വൃത്തിയാക്കിയിട്ട് എത്ര കപ്പ നടാൻ നോക്കും ഞാൻ. എത്ര കഴിയുന്നുള്ളത് നോക്കട്ടെ. ഒക്കെ ചെത്തി കോരി വൃത്തിയാക്കട്ടെ. ഭംഗിയുള്ള ചെടി, ഇത് നഴ്സറിയിലൊക്കെ നമ്മൾ വാങ്ങുന്ന ചെടിയാ. ഇതിവിടെ കാട്ടിൽ ഈ തോട്ടത്തിൽ നിറച്ചുണ്ട്. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ പറിച്ചു കൊടുക്കുന്നു. എനിക്കാണെങ്കിൽ സ്ഥലമില്ല നടാൻ. നട്ട് പലതും നിറഞ്ഞെടുക്കുക. നോക്ക് സീനാസ്, ഇതിന്റെ പേരൊക്കെ ഒന്ന് പറയണേ. എന്താ ഉഷാറ്, നല്ല വെയില്, നല്ല ഇതിങ്ങനെ കൂട്ടി നിന്നിട്ട് ഒരു പോട്ടിലങ്ങ് വെച്ചു കൊടുത്താലുണ്ടല്ലോ അലങ്കാരം ഭയങ്കര സൂപ്പറാ. ഇതാ 1 2 അവിടെ നിറച്ചുണ്ട്. ഇത് വേണ്ടവർക്ക് ഞാൻ വേണേ പറിച്ചു തരാം, ആവശ്യക്കാർക്ക്. ഇത്രയൊക്കെ സൂപ്പറാ കാണാൻ. ഇന്നത്തെ പണി 2 കൂടം മാടി. അപ്പുറത്ത് 3ാമത്തേത് ഒരുങ്ങി. മഴനോണ്ട് ഒരു രക്ഷയില്ല. മഴ വേണം, മഴ ഇല്ലാഞ്ഞാൽ പറ്റില്ല. പക്ഷെ മഴയ്ക്ക് നമ്മൾ ഒരുങ്ങിയില്ല. കൊരമ്പേട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അവിടൊക്കെ ബാക്കി വന്ന്. അപ്പോൾ ഇത് 1 ഇവിടെ 1, അവിടെ 2, 3ാമത്തെ. പിന്നെ ഇവിടെ കുറേ നടാൻ കൊണ്ടുവന്ന് കണ്ടോ. ചീര, പച്ചമുളക്, കുറേ പയറും വിത്തുണ്ട് അപ്പുറത്താ. ഒക്കെ കൊണ്ടുവന്ന് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. ഞങ്ങൾ കൊരമ്പൊന്നും മഴക്കുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങാത്തത് കൊണ്ട്. പിന്നെ ഇവിടെ ഒരു കർമൂസ് തൈ നട്ടുന്ന്. ആകെ ഇപ്പം നട്ടത് ഒരു കർമൂസ് തൈ. ഇവിടെ ചുറ്റും നന്നാക്കി കൊടുക്കണം. അതിനൊന്നും സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ മഴേനോണ്ടേ കൊട ചൂടി പണിയെടുക്കാനാവൂല. ഇത്രയും സ്ഥലം, ഇത്രയും ഏരിയ ഇനി നമുക്ക് എടുക്കാനാ. ഇത്രേ എടുത്തുള്ളൂ. കഴിയാനായി. ഇന്നിപ്പോ എത്ര ഉണ്ട് അറിയോ? 1 2 3 4 5 6 7 8 എണ്ണം. എന്നാൽ 9 എണ്ണം. ഇന്നലത്തെ സ്ഥലത്തല്ല, ഇന്ന് വേറെ കുറച്ച് ഏകരത്തുള്ള സ്ഥലത്താ. അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മള് മഴക്കുള്ള ഒരുങ്ങിണ്ടിരുന്നു. കൊരമ്പയൊക്കെ വേണ്ടിയിരുന്നു. കുറേ എടുക്കിയിരുന്നു. വന്ന് 3 വട്ടം കയറിയിട്ടുണ്ട് വന്നു. പക്ഷെ മഴ ഇല്ലാഞ്ഞാലാവൂല. മഴ ഉണ്ടെങ്കിലേ ചെടികളൊക്കെ ഉണ്ടാവുള്ളൂ. ചെടികൾ ഉണ്ടായാലേ നമുക്ക് തിന്നാനുള്ളൂ. തിന്നാൻ കഴിഞ്ഞാലല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ 8 എണ്ണേ നട്ടുള്ളൂ. പക്ഷെ നല്ല സുഖമുണ്ട്. വെയിലില്ല. എത്ര എടുക്കാം കേട്ടോ. വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇതുവരെ വെള്ളം കുടിച്ചില്ല. പണിയെടുക്കുന്നു സൂപ്പറായിട്ട്. ഞാനിതിൻ്റെ കമ്പ് നടട്ടെ. കമ്പ് 8 എണ്ണം ഇതിനായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. 8 എണ്ണം നല്ല കമ്പ് കിട്ടി. വേറെ ആള് കപ്പ പറിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ചോദിച്ച് വാങ്ങിയതാ. കപ്പ നടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ഒരു കർമൂസ് തൈ നട്ടതാ. അതിൻ്റെ ഇടയിലായിപ്പോയി. അബദ്ധമായോ ചെയ്ത പണിന്നപ്പം ഞാൻ ആലോചിക്കുന്നത്. കപ്പങ്ങ പൊന്തൂരേ. എല്ലാരും കപ്പയൊക്കെ നടാൻ നോക്കിയിട്ട് ഒരു കമ്പ് മണ്ണ് കൂട്ടി അങ്ങ് കുത്തി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എല്ലാം നട്ടിപ്പോയി കിടന്നുറങ്ങാൻ പറ്റൂല. ബാലൻസ് ഒക്കെ തെറ്റുന്നുണ്ട് പണിയെടുത്തിട്ടാ. എന്നോട് എല്ലാരും പറയൂ സോഫയിലിരുന്ന് TV കണ്ടാ പോരേ. പക്ഷെ എനിക്ക് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിന്നോ എന്ന് വെച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ അടുത്തുണ്ട്. ഉണ്ടാക്കൂ, എല്ലാവർക്കും വിതരണം ചെയ്യും. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. 8 എണ്ണ നല്ല നടുമ്പോൾ നല്ലോണം നോക്കണം. ഈ സാധനം മേലോട്ടാണോ നല്ലോണം നോക്കണം. കുറേ പുല്ല് കൊത്തി ഇതിൻ്റെ അടിയിലിട്ട് നിറച്ചിന്. പച്ചപ്പുല്ല് നല്ലതാ. ചെടി നല്ല അടിയിൽ അതങ്ങ് ചീഞ്ഞാൽ നല്ല വളം. ഇനി ഒരു ഷൂ വാങ്ങണം. പാമ്പിനെ പേടിക്കുന്ന ഷൂ ഇല്ല, ഇവിടം വരെ അല്ലേ, അത് വാങ്ങണം. അങ്ങനെ വാങ്ങണം വിചാരിച്ച് നിൽക്കുക. ഒരു കൊരമ്പ, ഒരു ഷൂ. മഴക്കാലത്തിന് നമ്മൾ ഒരുങ്ങണം. മഴ എത്രയും ഇത് അത്രയും നല്ലതാണ്. ഇവിടെ എന്തായിരുന്നു ആ വീഡിയോ കണ്ടില്ലേ ഞങ്ങൾ? ഇവിടുത്തെ പുല്ല് നിറഞ്ഞത് ആ സ്ഥലമാണ് ഞാനിങ്ങനെ പൊന്നാക്കിയെടുത്തത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പുല്ല് വരുമ്പോ ഒക്കെ പറിച്ചു. ഇപ്പം തന്നെ നേരെ ചാർന്ന് മേലെ കുറച്ച് മണ്ണാൻ കിട്ടും. മണ്ണെടുക്കുന്നത് നല്ലതാണ്. നല്ലോണം നോക്കണം. പണിയെടുത്തിട്ടേ കണ്ണൊക്കെ നിൽക്കാം. പോയി ഇതങ്ങനെ കുത്തി കൊടുത്താൽ മതി.
മേലെ കുറച്ച് മണ്ണ്, ഇനി ഒന്നും കൂടി. അപ്പോൾ എൻ്റെ കപ്പ നട്ട് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കപ്പ നടാനൊക്കെ നോക്കുക. കുറേ ആൾക്കാർ എന്നോട് പറയാ ഞാൻ റോൾ മോഡലാക്കി എടുത്തവർ കുറേ പേരുണ്ട്. ദിവസേന ഞാൻ നടുന്നൊക്കെ അവരും നടുന്നു. എങ്ങനെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൃഷി എപ്പോൾ നല്ല ഒരു സംസ്കാരമാണ്. കൃഷി എന്ന് പറഞ്ഞ ഒരു ഇബാദത്തും കൂടിയാ, നല്ലൊരു ഇബാദത്താണ്. നിസ്കാരം നോമ്പും ഒക്കെ പോലെ തന്നെ കൃഷി എടുക്കുന്നത്. ഇനി ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കപ്പ നടൽ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.